നമസ്കാരം. 8 സംസ്ഥാനങ്ങളിലെ 49 മണ്ഡലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 5ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ ഉത്തർപ്രദേശിൽ മേൽക്കൈ ഉണ്ടെങ്കിലും 2019 ജയിച്ച 13 മണ്ഡലങ്ങളും നിലനിർത്താൻ കഴിയാത്ത ഒരു നിലയിലാണ് BJP എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി ഒഴികെ അമേഠി അടക്കം 13 മണ്ഡലങ്ങളിലും ജയിച്ചത് BJP ആയിരുന്നുവെങ്കിൽ ഇത്തവണ റായ്ബറേലിക്ക് പുറമെ BJPയുടെ 3 സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കാവുന്ന നിലയിലാണ് ഇന്ത്യ സഖ്യം. സോണിയാഗാന്ധി മാറി പകരം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലിക്കും സ്മൃതി ഇറാനിയിൽ നിന്ന് ഗാന്ധി കുടുംബത്തിൻ്റെ തട്ടകം തിരിച്ചുപിടിക്കുവാൻ കിഷോരിലാൽ ശർമ്മ ഇറങ്ങിയ അമേഠിക്കും പുറമെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നോയും രാമക്ഷേത്രം പണിത അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദുമാണ് ഉത്തർപ്രദേശിലെ ശ്രദ്ധേയമായ മറ്റ് മണ്ഡലങ്ങൾ. കഴിഞ്ഞ തവണ ജയിച്ച റായ്ബറേലിക്ക് പുറമെ അമേഠിയും കേശാംബിയും ബാരാബങ്കിയും പിടിച്ചെടുക്കാമെന്ന നിലയിലാണ് ഇന്ത്യ. ലക്നൗ, ഝാൻസി, ഫത്തേപൂർ, ഫൈസാബാദ്, കൈസർഗഞ്ച്, ഗോണ്ട, ഹാമിർപൂർ, ബാന്ധ എന്നിവിടങ്ങളിൽ BJP ജയമുറപ്പിച്ചിരിക്കുകയാണ്. ജലാവുൻ, മോഹൻലാൽ ഗഞ്ച്, കൈസർഗഞ്ച് എന്നിവിടങ്ങളിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. കേന്ദ്രമന്ത്രിമാരിൽ രാജ്നാഥ് സിംഗ് ലക്നൌയിലും, സ്വാധീന്ദ്രരഞ്ജൻ ജ്യോതി ഫത്തേപൂരിലും, ഭാനുപ്രതാപ് സിംഗ് വർമ്മ ജലോനിലും, കൗശൽ കിഷോർ മോഹൻലാൽ ഗഞ്ചിലും ജയമുറപ്പിക്കുമ്പോൾ അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ നില പരുങ്ങലിലാണ്. രാമക്ഷേത്രം പണിത അയോധ്യയെ ഉൾക്കൊള്ളുന്ന ഫൈസാബാദിൽ BJPയുടെ സിറ്റിംഗ് MP ലല്ലു സിംഗ് സീറ്റ് നിലനിർത്തിയേക്കും. ഗാന്ധി കുടുംബം അഭിമാന പോരാട്ടമായി ഏറ്റെടുത്ത റായ്ബറേലിയിലും അമേഠിയിലും ജയമുറപ്പിക്കുവാൻ തിരഞ്ഞെടുപ്പ് കഴിയും വരെ ക്യാമ്പ് ചെയ്യുകയാണ് പ്രിയങ്ക ഗാന്ധി. മത്സരിക്കുന്ന 10 സീറ്റുകളിൽ കൂടുതൽ OBC സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി BJPക്ക് പരമാവധി പരിക്കേൽപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് സമാജ്വാദി പാർട്ടി മുന്നിലുള്ളത്. BSP സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഈ ഘട്ടത്തിൽ ഇവിടെ നിർണായകവുമാണ്. ഇന്ത്യ സഖ്യത്തെക്കാളേറെ BJPക്കാണ് ഈ ഘട്ടത്തിൽ BSP പരിക്കേൽപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. മേഖലയിൽ നിർണായക സ്വാധീനമുള്ള ഠാക്കൂർ നേതാവ് രാജാ ഭയ്യ തൻ്റെ പിന്തുണ ആർക്കെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുവാൻ തയ്യാറായിട്ടില്ലെങ്കിലും മോദിയോടുള്ള ഠാക്കൂർ രോഷത്താൽ അണികൾ ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് അവസാനത്തെ സൂചനകൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ കോശാംബി SP അവിടെ സമാജ്വാദി പാർട്ടിക്ക് കോശാംബിയിൽ ജയിക്കാൻ കഴിയുമെന്നാണ് കഴിയുന്നത്. ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതിവിശേഷമെന്ന് നമുക്ക് നോക്കിക്കാണുകയും ചെയ്യാം. പക്ഷേ 1ാം ഘട്ടം കഴിയുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ആത്മവിശ്വാസമൊന്നും BJPക്കോ BJPയോടൊപ്പമുള്ള NDA മുന്നണിക്കോ ഇല്ലാതാകുന്നു. അതേസമയം ഒരു ആത്മവിശ്വാസവും ഇല്ലാതെ തിരഞ്ഞെടുപ്പെ നേരിട്ട ഇന്ത്യ മുന്നണിക്കുള്ളിൽ കോൺഗ്രസിനടക്കം ചില ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസ കൂടുതൽ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഈ 8 സംസ്ഥാനങ്ങളിൽ ഇന്ന് 49 മണ്ഡലങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 5ാം ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ 5ാം ഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ BJPയുടെ നില പരുങ്ങല്ലാവുന്ന സ്ഥിതിയുണ്ട്. അതായത് ഈ അയോധ്യ അടക്കമുള്ള മണ്ഡലങ്ങൾ ചേരുന്ന നമ്മുടെ അമേഠി അടക്കമുള്ള മണ്ഡലങ്ങളിൽ സ്മൃതി ഇറാനി അടക്കമുള്ളവരുടെ വിജയം പരുങ്ങലിലാണ്, നില പരുങ്ങലിലാണ് എന്ന് പറയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ പക്ഷേ ഇതൊക്കെ ഗാന്ധി കുടുംബത്തിൻ്റെ മണ്ഡലങ്ങൾ, ഈ അമേഠിയും റായ്ബറേലിയുമൊക്കെ. റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി വിജയിക്കുവാനുള്ള സാധ്യതയാണ് ഇതുവരെ ഉള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ രാഹുൽ ഗാന്ധിയെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മടുപ്പുളവാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് തോന്നലുളവാക്കിയാൽ കാര്യങ്ങളൊക്കെ മാറിമറിയും. റായ്ബറേലിയും BJPക്ക് സ്വന്തമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ അമേഠിയും അവസാന നിമിഷം സ്മൃതി ഇറാനിക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ തന്നെയാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ വർഷത്തെ 60,000 വോട്ടിന് ഭൂരിപക്ഷമായിരുന്നു. അത് ഇത്തവണ കുറയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് എത്രത്തോളം കുറയാം എന്നുള്ളത് മാത്രമാണ് ഇവിടെ നോക്കിക്കാണുന്നത് BJP. പക്ഷേ സ്മൃതി ഇറാനിയുടെ മണ്ഡലത്തിൽ സ്മൃതി ഇറാനിക്ക് സാധ്യതകൾ കുറയുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതായത് അമേഠിയിൽ, റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുവാനുള്ള സാധ്യതയാണ് പലപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ സംഭവിച്ചാൽ റായ്ബറേലിയും BJPയിലേക്ക് പോവുകയോ ഒപ്പം തന്നെ അമേഠി BJPക്ക് തിരിച്ചു കിട്ടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിൻ്റെ നില വട്ടപൂജ്യമായി പോവും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. UPയിൽ അതാണ് സ്ഥിതിവിശേഷം. അതുകൊണ്ട് 5ാം ഘട്ടം വോട്ടെടുപ്പ് നടക്കുമ്പോൾ 2 മുന്നണികളും ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും ആകെ കൺഫ്യൂഷനിലാണ് എന്ന് പറയേണ്ടി വരുന്നു. അവർക്ക് 2 പേർക്കും മുൻപുള്ള ഒരു ആത്മവിശ്വാസം ഇല്ല. 5ാം ഘട്ടം, 6ാം ഘട്ടം, 7ാം ഘട്ടം ഇനിയുള്ള 2 ഘട്ടങ്ങൾ കൂടി ഉണ്ട്. ആ 2 ഘട്ടങ്ങൾ കൂടി നടപ്പിലാകുമ്പോൾ പിന്നെ ജൂൺ 4-ന് തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനമാണ്. ആ ഫലപ്രഖ്യാപന ദിവസം അടുക്കും തോറും നെഞ്ചിടിപ്പ് കൂടുകയാണ് മുന്നണികൾക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു.